ബില്ലടയ്ക്കാൻ പോലും പണമില്ലായിരുന്നു. ആ ഒരു വിഷമം കണ്ടിട്ട് കാനഡയിലുള്ള പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി 50,000 രൂപ ആ കുടുംബത്തിന് ചികിത്സാ സഹായമായി നൽകിയിട്ടുണ്ട്. വളരെ നന്ദി, സഹായം ചെയ്ത അവർക്ക് വളരെ നന്ദി. ഒരു രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് പിള്ളേരെല്ലാം ഹോസ്പിറ്റലിലാണ്, എല്ലാവരും ഒന്നിങ്ങാട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഉടുക്കാൻ ഡ്രസ്സ് പോലും എടുക്കാൻ ഉടുത്ത പാട് ഞാൻ ഇങ്ങോട്ട് വന്നു. മോൾക്ക് ഇത്തിരി കടനുണ്ട്, ഒരു 10 ലക്ഷം രൂപയുടെ കടനുണ്ട്. ഇപ്പോൾ പോകാൻ വേണ്ടി എൻ്റെ മാലയൊക്കെ പണയം വെച്ചിട്ടാണ് കൊടുത്തത്. അതിൻ്റെ പൈസയും കിട്ടിയിട്ടില്ല. അയാൾ ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദുരിതം വന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് സഹായിച്ചതിന് നന്ദി പറയുന്നു. നമസ്കാരം. അൽഡ്രീം കുഴിമന്തി കഴിച്ച ഒരു കുടുംബത്തിലെ 5 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റ വാർത്ത കഴിഞ്ഞ ദിവസം മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ അവർ പറഞ്ഞിരുന്നു ബില്ലടയ്ക്കാൻ പോലും പണമില്ലായിരുന്നു. ആ ഒരു വിഷമം കണ്ടിട്ട് കാനഡയിലുള്ള പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി 50,000 രൂപ ആ കുടുംബത്തിന് ചികിത്സാ സഹായമായി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആശുപത്രി വാസം കഴിഞ്ഞിട്ട് കുട്ടികൾ തിരികെ എത്തിയിട്ടുണ്ട്. ഇവിടെ ബെൻഡോണി ഇരിപ്പുണ്ട്, ബെല്ല മരിയ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ മോളുടെ പേരെന്താ, ജുവൽ മരിയ ഉണ്ട്, പിന്നെ അവരുടെ അമ്മാമ്മമാരാണ് 2 പേരുണ്ട്. എന്താണ് പറയാനുള്ളത്? ഇപ്പം വളരെ നന്ദി, സഹായം ചെയ്ത അവർക്ക് വളരെ നന്ദി, അത്ര പറയാനുള്ളൂ. കഴിച്ചായിരുന്നു അന്ന്? കഴിച്ചായിരുന്നു, ഞാനും കഴിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഛർദി തുടങ്ങിയായിരുന്നു പിള്ളേരുടെ ഒപ്പം തന്നെ. പിന്നെ ഞാൻ 2 പ്രാവശ്യം ഛർദിച്ച് കഴിഞ്ഞ് കൊച്ചുങ്ങളുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നുമില്ല. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോയത്. പിന്നെ അത് കഴിഞ്ഞ് ഇവർ അമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് വയ്യായിരുന്നു, ശരീരം മുഴുവൻ വേദനയും വയറിന് അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നലെ പോയി സത്യ അവിടെ നിന്ന് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ച് ഇപ്പം വലിയ കുഴപ്പമില്ല. എങ്ങനെ അന്ന് കഴിച്ചായിരുന്നു? ഞാനും കുറച്ച് കഴിച്ചുള്ളൂ, ഞാനും അമ്മച്ചിയും. അപ്പോൾ കഴിക്കുമ്പോൾ എനിക്ക് ബിരിയാണി ഇഷ്ടമല്ലായിരുന്നു, ഇങ്ങനെയൊക്കെ കഴിക്കാറില്ല. പിന്നെ ഒരു ബർത്ത്ഡേക്ക് വരുമ്പോൾ അമ്മച്ചി ചോറും കറിയൊക്കെ വെക്കാറുണ്ട്, പക്ഷെ അന്ന് ചോറും കറിയൊക്കെ വെച്ചില്ല. അപ്പോൾ താലയിൽ പോയൊക്കെ കഴിക്കും. അപ്പോൾ കുറച്ച് കഴിച്ച് ഇവർ സന്തോഷമായിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി, ലൂർദ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത വീട്. പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ് പിള്ളേരെല്ലാം ഹോസ്പിറ്റലിലാണ്, എല്ലാവരും ഒന്നിങ്ങാട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടുക്കാൻ ഡ്രസ്സ് പോലും എടുക്കാൻ ഉടുത്ത പാട് ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ തീരെ വയ്യാണ്ടായപ്പോൾ മോള് ഇത്ര വയ്യാണ്ടിരുന്നിട്ട് ഇനി പറയണ്ട, ഞങ്ങളൊക്കെ ഉണ്ടല്ലേ, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അയ്യോ ഇത്ര സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പറയാണ്ടാണ് മോള് വന്നത്. മോൾക്ക് ഇത്തിരി കടനുണ്ട്, ഒരു 10 ലക്ഷം രൂപയുടെ കടനുണ്ട്. ഇപ്പോൾ പോകാൻ വേണ്ടി എൻ്റെ മാലയൊക്കെ പണയം വെച്ചിട്ടാണ് കൊടുത്തത്. അതിൻ്റെ പൈസയും കിട്ടിയിട്ടില്ല. അയാൾ ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ദുരിതം വന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് സഹായിച്ചതിന് നന്ദി പറയുന്നു. ഇനി ഇതുപോലെയുള്ള കുട്ടികളൊക്കെ ദൈവം അനുഗ്രഹിച്ചു കൊടുക്കുന്നു. ഈ എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഈ ബർത്ത്ഡേക്ക് കുഴിമന്തി ഒന്നും ഉണ്ടാക്കാതെ നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തുകൂടാന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമല്ലേ. അപ്പം അങ്ങനെ അമ്മ ഉണ്ടെങ്കിൽ അമ്മ ഇവിടെ ഉള്ളപ്പോൾ അമ്മ ഉണ്ടാക്കി കൊടുക്കും, കുഴിമന്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കും, അവിടെ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് അത്ര വലിയ വശമൊന്നുമില്ല, നമ്മൾ പഴയ ആൾക്കാരല്ലേ, നമ്മൾ പഴയ ഭക്ഷണം ഉണ്ടാക്കിയെന്ന് അവർക്കത് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ അവൻ തന്നെ പറഞ്ഞ പപ്പേനോട് കുഴിമന്തി മേടിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞ കടയിൽ നിന്ന് മേടിച്ച് വെച്ചെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. പപ്പ കേക്ക് കട്ടിൽ പോയി കേക്ക് വാങ്ങിച്ചിട്ടും ഈ വണ്ടി തിരിക്കാനൊക്കെ പണിയല്ലേ. അപ്പോൾ അത് കാരണം ആ വഴി പോയി ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അവിടെ നിന്ന് നമുക്ക് വരാനിരിക്കുന്ന സമയമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവിടെ നിന്ന് ഇവർ പലപ്പോഴും വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നല്ല തിരക്കുള്ള കടയുമാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. ജുവൽമേരി ഉണ്ട്, മോൾക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടായത്? എനിക്കൊരു ലൂസ് മോഷനും പിന്നെ വയറുവേദനയും ഛർദിയിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, എല്ലാം മാറി. സ്കൂളിലപ്പോ പോകാൻ പറ്റും? മൺഡേ പോകും. ബെല്ല കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് മോൾക്ക് ഇപ്പം? എനിക്കിപ്പോ കുഴപ്പമില്ല. വാർത്ത കണ്ടിട്ട് കൂട്ടുകാരൊക്കെ വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നോ? സ്കൂളിൽ നിന്ന് ആരും വിളിച്ചൊന്നുമില്ല. മൺഡേ പോകുമ്പോഴത്തേക്കും ചിലവരൊക്കെ ചോദിക്കുമായിരിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെയാണോ? ഞാനിപ്പോ ഓക്കെയാണ്. ഇനി കുഴിമന്തി കഴിക്കൂ? ഇല്ല. ലാസ്റ്റ് കുഴിമന്തി ആയിരുന്നു. ഇനി ബർത്ത്ഡേക്ക് കുഴിമന്തി മേടിക്കൂ? ഇല്ല. ബെൻഡോണി അതായത് കണ്ടില്ലേ, മരുന്ന് കഴിച്ചിട്ടുള്ള അലർജിയാണ്. ഇവിടെ മുഖത്താണോ? ഇവിടെ ഇത് പൊട്ടിയത് മരുന്ന് കഴിച്ചിട്ടുള്ള അലർജി. എങ്ങനെ ഇനി കുഴിമന്തി കഴിക്കൂ?
ഇല്ല. ഇത് മറക്കാനാവാത്തൊരു ബർത്ത്ഡേ ആയിപ്പോയി അല്ലേ? മോളെ ഇത് നമ്മളെ സഹായിച്ച ആളോട് എന്താ പറയാ? ഇന്ന് വളരെ നന്ദിയുണ്ട്. എന്തായാലും വാർത്ത കണ്ട നമ്മുടെ ഒരു പ്രേക്ഷകൻ ഒരു തുക കൊടുത്തത് ഈ കുടുംബത്തിന് വളരെയധികം സഹായമായി. ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട്. അൽഡ്രീം കുഴിമന്തി കഴിച്ച നിരവധി പേർ ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. ഇവരിപ്പോൾ ചികിത്സ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്തിയതാണ്. എന്നിട്ടും അതിൻ്റെ അസ്വസ്ഥതകളൊന്നും മാറിയിട്ടില്ല. ഇനി തിങ്കളാഴ്ച മുതലാണ് സ്കൂളിലേക്ക് പോകാൻ കഴിയുക എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.